ഹായ്, ഞാൻ കുറേ കാലമായി വീഡിയോ ചെയ്തിട്ട്. ഇപ്പോൾ ഒരു ലീഷർ ടൈം കിട്ടി. അപ്പോൾ അങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്യാൻ ശ്രമിച്ചിരിക്കുക. എൻ്റെ ക്യൂട്ടൻ ലെവലിൽ നിന്നുള്ള യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. ഇത് ഞാൻ മാംഗോ നിറയെ ഉണ്ടായ സമയത്ത്, ആ വേനലുള്ള സമയത്ത്, അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നല്ല പഴുത്ത മാങ്ങ നന്നായിട്ട് തോലൊക്കെ ചെത്തി പൂണ്ടെടുത്ത് അതിനൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തു. എന്നിട്ട് ആ അടിച്ചെടുത്തതിന് കുറച്ച് നെയ്യ്, ശർക്കര ഒക്കെ ചേർത്ത് ഉരുളിയിൽ വരട്ടിയെടുത്തു. ആ വരട്ടിയെടുത്തതിനെ ഞാൻ വെയിലത്ത് കൊണ്ട് ഉണക്കി വെച്ച്, വെയിലത്ത് ഒരു പ്ലേറ്റിൽ നെയ്മയം പുരട്ടി അതിലേക്ക് ഇത് വരട്ടിയെടുത്തത് സ്പ്രെഡ് ചെയ്തു. എന്നിട്ട് വെയിലത്ത് വെച്ചു. അങ്ങനെ ഒരു 3 ദിവസത്തെ വെയിൽ കൊണ്ടപ്പോൾ അതിനെ പീസാക്കി തിരിച്ച് മറിച്ചിട്ടു. അതായത് പ്ലേറ്റിൽ ഇങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്തതല്ലേ, അതിനെ ഇങ്ങനെ പീസാക്കിയിട്ട് അതിനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ മറിച്ചിട്ടു. കാരണം അടിഭാഗവും മീതഭാഗവും ഒരേപോലെ ചൂട് കൊണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഞാൻ ആ ചെയ്തതിനെ പീസാക്കിയത് മറിച്ചിട്ടപ്പോൾ ആ ഭാഗവും ഉണങ്ങി. അങ്ങനെ ഉണങ്ങിയിട്ട് ഒരു 3-4 ദിവസത്തെ വെയിലൊക്കെ കൊണ്ട് പീസാക്കി എടുത്തിട്ടുള്ള മാംഗോ പീസുകളാണത്. കണ്ടോ? ഇതിപ്പോൾ നമുക്ക് ഈ മഴക്കാലങ്ങളിൽ നമുക്ക് ഇതുകൊണ്ട് കൂട്ടാൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതുകൊണ്ട് വല്ല മാംഗോ ശർക്കരയൊക്കെ ചേർത്ത് വല്ല കേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഇതൊന്ന് കുതിരാനിടണം, എന്നിട്ട് ചെയ്യാം. പക്ഷേ ഇപ്പം ഞാനത് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള പ്രോസസ്സ് പറഞ്ഞതാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് മാങ്ങയൊക്കെ ധാരാളം കിട്ടുന്ന സമയത്ത് നമുക്ക് റോ ആയിട്ട് കഴിക്കുന്നതിന് പകരം നമുക്ക് പിന്നേക്ക് എടുത്ത് വയ്ക്കാനായിട്ട് ഇങ്ങനെ ഒരു ഇത് ചെയ്യാമെന്ന്. കണ്ടോ? പീസസ് കണ്ടോ? നമുക്കിങ്ങനെ ഹൽവ പീസ് പോലെ ഇങ്ങനെ ആയി കിട്ടും. ഇനി ഇത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ ലേശം വെള്ളം തിളപ്പിച്ചെടുത്ത് അതിലൊന്ന് ഇത്തിരി നേരം ഇട്ട് വെച്ചാൽ ഇത് വീണ്ടും സ്പ്രെഡായിട്ട് നമുക്ക് കുഴമ്പായിട്ട് കിട്ടും. എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് വെച്ചാൽ, കൂട്ടാനാച്ചാൽ കൂട്ടാനല്ല, കേക്കിൽ ചേർക്കാനാച്ചാൽ, മാംഗോ കേക്ക് ഉണ്ടാക്കാനാച്ചാൽ അങ്ങനെ നമുക്ക് എന്താ, അല്ലെങ്കിൽ സ്വീറ്റ്സ് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ മാംഗോ ഫ്ലേവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിന് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലിപ് ലോക്ക് കവറിലാക്കിയിട്ട്, സിപ്പ് ലോക്ക് കവർ, ഞാൻ പറഞ്ഞതിൽ തെറ്റിയതാണ്. ആ സിപ്പ് ലോക്ക് കവറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എത്ര കാലം വേണമെങ്കിൽ കേടുകൂടാതിരിക്കും. കാരണം ശർക്കരയും നെയ്യും ചേർത്ത് വരട്ടിയെടുത്തതാണല്ലോ. ഓക്കേ, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ധാരാളം, ഇപ്പോൾ മഴ തുടങ്ങിയല്ലോ, ഇനി അടുത്ത വേനലിലെങ്കിലും ചെയ്ത് നോക്കാം.